ഒരു കുറ്റവാളിയെ ഹമേൻ തൻ്റെ ഉത്തരവാദിത്തത്തോടെ ചെന്ന് ആ കുറ്റത്തിൽ നിന്ന് മോചിതനാക്കുന്ന വ്യക്തിക്ക് പറയുന്ന പേരാണ് ജാമ്യക്കാരൻ. സാക്ഷി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് മറ്റുള്ളവർ പറയുമ്പോഴും കുറ്റം ചെയ്തിട്ടില്ലെന്ന് തെളിയിക്കുന്ന ഒരു വ്യക്തിത്വം. ഭക്തനായ അയ്യോബിൻ്റെ ജീവിതത്തിൽ സകല പ്രതീക്ഷയും നഷ്ടപ്പെട്ടു പോയപ്പോൾ 16-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ താൻ ആത്മവിശ്വാസത്തോടെ പറയുകയാണ്, ഇപ്പോഴും എൻ്റെ സാക്ഷി സ്വർഗത്തിലും എൻ്റെ ജാമ്യക്കാരൻ ഉയരത്തിലും ഇരിക്കുന്നു. ജീവിതത്തിൽ പല വേദനിക്കുന്ന കയ്പിൻ്റെ അവസ്ഥകൾ തൻ്റെ ജീവിതത്തിൽ അടിക്കടി കടന്നു വന്നപ്പോഴും ദൈവത്തിലുള്ള തൻ്റെ അചഞ്ചലമായ വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതെ കർത്താവിന് വേണ്ടി ആ പരീക്ഷാ കാലഘട്ടങ്ങളിലും ധൈര്യത്തോടെ ആമേൻ വിശ്വാസത്തിൽ അടിയുറച്ചു നിന്ന ഭക്തനായ അയ്യോബ് അടിക്കടി തൻ്റെ ജീവിതത്തിൽ ഉണ്ടായ മറക്കുവാൻ കഴിയാത്ത വേദനകൾ നിറഞ്ഞ ആ കയ്പുനീരിൻ്റെ അവസ്ഥയിലും ദൈവത്തിലുള്ള തൻ്റെ അചഞ്ചലമായ വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതെ ധൈര്യത്തോടെ ആ ഭക്തൻ പറയുകയാണ്, ഇപ്പോഴും എൻ്റെ സാക്ഷി സ്വർഗത്തിലും എൻ്റെ ജാമ്യക്കാരൻ ഉയരത്തിലും ഇരിക്കുന്നു. അതേ പ്രിയരെ, ജീവിതത്തിൽ ഒരിക്കലും മറക്കുവാൻ കഴിയാത്ത വേദനകൾ നിറഞ്ഞ അവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ ഇന്നത്തെ നിങ്ങളുടെ വേദനകൾ, ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന കയ്പിൻ്റെ അവസ്ഥകൾ, അത് നാളത്തെ മറക്കുവാൻ കഴിയാത്ത ഒരു നല്ല ദിനങ്ങളിലേക്കുള്ള യാത്രയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നെന്നുള്ളത് നിങ്ങൾ വിശ്വസിക്കുക. ഇന്നനുഭവിക്കുന്ന കയ്പ്, ഇന്നനുഭവിക്കുന്ന വേദനകൾ, ഇന്നനുഭവിക്കുന്ന ഭാരങ്ങൾ, ഇന്നനുഭവിക്കുന്ന മുറിവുകൾ, ഇന്ന് നാം അനുഭവിക്കുന്ന അവഗണനകൾ നാളത്തെ വിജയത്തിൻ്റെ ഓർമ്മകളായി ഈ ദിനങ്ങൾ മാറും. നമുക്ക് വേണ്ടി വാദിക്കുന്ന ഒരു ദൈവം, നമുക്ക് വേണ്ടി സാക്ഷിയായി നിൽക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. ധൈര്യപ്പെടുക, പ്രത്യാശയോടെ ആയിരിക്കുക. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.